ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സൗദാനിസ്ത. ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാനിന്നൊരു ചിക്കൻ കറിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു ചിക്കൻ കറിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. കൂടാതെ 5 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാള കൂടുതലായ കറിക്ക് മധുരം കൂടുതലായതുകൊണ്ട്. അതിനോടൊപ്പം കുറച്ച് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളി നന്നാക്കിയതും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ഇവയെല്ലാം കൂടി നന്നായിട്ട് ചതച്ചതിന് ശേഷമാണ് കറി വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ 2 തക്കാളി, വീട്ടിലുണ്ടായ തക്കാളിയാണ്. മല്ലിയില 20 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് സെറ്റാക്കിയതാണ്. പിന്നെ പുതിനയില, അതെൻ്റെ വീട്ടിലെ തന്നെയാണ്. പിന്നെ കുറച്ച് വേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നു. നമ്മുടെ കല്ലിലൊക്കെ ചതയ്ക്കുന്ന ഇഞ്ചി അതിനൊക്കെ നല്ലൊരു പ്രത്യേകം ടേസ്റ്റാണ്. മിക്സിയിൽ അരയ്ക്കുന്നതിലും നല്ലൊരു ഇതാണ് നമ്മുടെ കല്ലിലിടിക്കുന്ന ഇഞ്ചി, ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ടിട്ട് ലൈറ്റായിട്ട് മാത്രം ഫ്രൈ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ചിക്കൻ പീസുകളെ അധികം ഡ്രൈ ആവാണ്ട് തന്നെ നമ്മൾ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. സവാള ഒരുവിധം വാടി വന്നപ്പോഴേക്കും നമ്മൾ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേഗം ഇതാവും. അതിന് ശേഷം നമ്മളുടെ ചെറിയുള്ളി ചതച്ച് വെച്ചത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ തക്കാളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമുക്ക് വാടി വന്നിരിക്കുന്ന സവാള, തക്കാളി എല്ലാത്തിലും കൂടി ലേശം കൂടി മഞ്ഞൾപ്പൊടി നമുക്ക് ഇടട്ടോ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടി നല്ലോണം നിറം കളറായിട്ടുണ്ട്. നമുക്കിനകത്തേക്ക് ചിക്കൻ കുറേശ്ശെയായിട്ട് വറുത്ത് വെച്ച് ചിക്കൻ കുറേശ്ശെയായിട്ട് നമുക്ക് ഇടാം. അതിനുശേഷം നന്നായി ഇളക്കുക. നമ്മളുടെ അടുപ്പിലൊക്കെ വെക്കുന്ന ചിക്കൻ കറി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പറാണ്. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അടുപ്പിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കുഴപ്പമില്ല. നമുക്ക് ഈ ഉരുളിയിലൊക്കെ എനിക്ക് പാചകം ചെയ്യുമ്പം ഇടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഓർമ്മ വരും. കാരണം എൻ്റെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നാണ് ഈ ഉരുളി. അപ്പം നമുക്ക് ഇടയ്ക്ക് അവരെയൊക്കെ ഒന്ന് ഓർക്കാനും കൂടിയുള്ളൊരു അവസരങ്ങൾ കൂടിയാണ് ഈ പാത്രങ്ങൾ എടുക്കുമ്പോൾ. നമ്മുടെ ചിക്കൻ വേകുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ വേവ് അനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നമുക്ക് മസാലപ്പൊടി, നമുക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി. മസാല നമ്മൾ തന്നെ സ്വയം പൊടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ. നമ്മുടെ അവിടെ തന്നെ നന്നായിട്ട് ഇളക്കുക. 2 വേപ്പിലയും ഇടുന്നുണ്ട്. ഇളക്കി നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളുടെ ചിക്കൻ്റെ ഫൈനൽ ലുക്കാണ് കാണുന്നത്. അവസാനം നമ്മളുടെ സ്വന്തം വീട്ടിൽ പുതിനയില ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയിലയും മുകളിലിട്ടു. അധികം ആഡംബരങ്ങളും അലങ്കാരങ്ങളും ഒന്നുമില്ലാത്ത ഈ ഒരു ചിക്കൻ പുരട്ടിയത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു ലൈക്ക് തരാം, മറക്കണ്ട. ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്താൽ ഇതേപോലെയുള്ള ഇനിയും ഇതേപോലെയുള്ള നമ്മളെക്കൊണ്ട് പറ്റാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം, കമൻ്റ് അറിയിക്കണം. അത് നല്ലതായാലും ചീത്തയായാലും കമൻ്റ് അറിയിക്കണമെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഓക്കെ, താങ്ക് യു.